പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കിയ സ്ത്രീക്കും ടി.ജി. മോഹൻദാസിനും കേരള പോലീസിൽ നിന്ന് 2 നീതി. പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണി മുഴക്കിയ സ്ത്രീക്കും ഭീഷണി അടങ്ങിയ വീഡിയോ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലിനുമെതിരായ പരാതി കേസെടുക്കാതെ തള്ളി കേരള പോലീസ്. ആലപ്പുഴ മുഹമ്മദ് സ്വദേശി കലാധരൻ നൽകിയ പരാതിയാണ് പരാതിക്കാരൻ്റെ മൊഴി പോലും എടുക്കാതെ തീർപ്പാക്കിയത്. സംഭവത്തിൽ കോടതിയെ സമീപിക്കാനാണ് കലാധരൻ്റെ തീരുമാനം. ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചാനൽ മലയാളം എന്ന ഒരു സോഷ്യൽ മീഡിയ ചാനൽ വഴി പ്രധാനമന്ത്രിയെ ഒരു തോക്ക് കിട്ടിയ കൊലപ്പെടുത്തും എന്നൊരു സ്ത്രീ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന് പരാതി നൽകിയ വ്യക്തിയാണ് എന്നോടൊപ്പം ചേരുന്നത്. അദ്ദേഹം ഇത് സംബന്ധിച്ച് വിവിധ പോലീസിലടക്കം പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും എടുക്കാതെ ഇപ്പോൾ അത് കേസെടുക്കാൻ സാധിക്കില്ല എന്ന മറുപടി സൈബർ പോലീസ് നൽകിയിരിക്കുന്നു. ഇതിൽ എന്ത് തുടർ നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ടി.ജി. മോഹൻദാസിനോടും ഈ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ സ്ത്രീയോടും രണ്ട് വിഷയത്തിലും പോലീസ് വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ എന്താണ് തുടർ നടപടി സ്വീകരിക്കാൻ പോകുന്നത് എന്ന കാര്യം കൂടി നമുക്കൊന്ന് ചോദിക്കാം. ഇപ്പോൾ ഈ പരാതി നൽകി അതിൽ പരാതി ക്ലോസ് ചെയ്തിരിക്കുന്നു, കേസെടുക്കാൻ സാധിക്കില്ല എന്നാണല്ലോ അറിയിച്ചേക്കുന്നത്. ഇനിയും എന്ത് പറഞ്ഞാണ് അവർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഇനി എന്ത് തുടർ നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? 25/7/2026 ഞാൻ ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ SHO മുമ്പാകെ പരാതി സമർപ്പിച്ചത്. 30-ാം തീയതി അവിടെ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ ബന്ധപ്പെട്ടിരുന്ന അതും പ്രകാരം ഈ ക്രൈം സംബന്ധമായ എല്ലാവിധ ഡീറ്റെയിലും ഞാൻ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്ക് മെയിലിലൂടെ ഒരു അറിയിപ്പ് കിട്ടി, എൻ്റെ ഈ പരാതി ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് കിട്ടിയ അറിയിപ്പ്. പക്ഷേ ഞാനിതിനെക്കുറിച്ച് പഠിച്ചതിൽ നിന്ന് എല്ലാവിധ വിവരങ്ങളും നൽകി ഈ വിഷയത്തെക്കുറിച്ച് ഈ സ്റ്റേഷന് വിവരങ്ങൾ നൽകിയിട്ട് ഈ പ്രതിയെ ഏത് വിധത്തിൽ രക്ഷപ്പെടുത്താം എന്നുള്ളതിലൊരു ഡോക്ടറേറ്റ് എടുക്കുകയാണ് ഇദ്ദേഹം ഈ SHO ആയ ഹണി കെ ദാസ് എന്ന് പറയുന്ന CI ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ രാജ്യത്തെ പ്രധാനമന്ത്രിയെ വധിക്കും എന്ന് ഉറപ്പിച്ചൊരു സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. അത് മനസ്സിലാക്കിയ ഞാൻ രാജ്യത്തെ ഏതൊരു പൗരനും ഉണ്ടാകുന്ന വിഷമം പോലെ തന്നെ എനിക്ക് അക്കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും പ്രധാനമായിട്ടും ഞാൻ ആലപ്പുഴ SP ഓഫീസിൽ ബന്ധപ്പെട്ട് അവിടുത്തെ നിർദ്ദേശാനുസരിച്ചാണ് ഈ പറഞ്ഞ ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. അവിടെ പരാതി വാങ്ങി അവർ ഇത്രയും ദിവസം അത് വെച്ചിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഈ കേസ് പരിഗണിക്കില്ല, അത് തള്ളിയെന്നാണ് എനിക്ക് വിവരം തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഈ അടുത്ത ദിവസം തന്നെ അർജുൻ ആയങ്കിയുടെ പ്രസ്താവന ഉണ്ടായി. അയാളുടെ കേരളം എമ്പാടും പോലീസ് അരിച്ചു പിറക്കി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത്. ടി.ജി. മോഹൻദാസ് എന്തോ ഒരു പരാമർശം നടത്തി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത്. പക്ഷെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്നും പറഞ്ഞ് ഒരു പ്രസ്താവന ഉണ്ടായിട്ട് ഇതുവരെ അവരുടെ പേരിൽ ഈ പരാതിക്ക് അടിസ്ഥാനമായ ആ സ്ത്രീയുടെ പേരിൽ ഒരു FIR ഇടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളതായിട്ടോ അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഒരു ഹ്യൂമൻ റൈറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, ഇദ്ദേഹം സെക്രട്ടറിയാണ്. ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് കോടതിയെ സമീപിക്കാനും അത് ഏതറ്റം വരെ പോകുന്നതിനും നമ്മളുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ജീവൻ സുരക്ഷിതമാക്കണമെന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിപ്പം ഈ സമീപനം പോലീസിൻ്റെത് വ്യത്യസ്ത സമീപനമായിട്ട് തോന്നുന്നില്ല രണ്ട് കേസിലും സ്വീകരിക്കുന്നത്? ഇത് SHO ഹണി കെ ദാസ് എന്ന് പറഞ്ഞത് ഇരട്ടത്താപ്പാണ് കാണിച്ചിരിക്കുന്നത്. കാര്യം ഇത് തന്നെയല്ലേ ഞാൻ എൻ്റെ അറിവിൽ അവിടെ വേറെയും സൈബറിൻ്റെ സംബന്ധിച്ചൊരു പരാതി കൊടുത്തിട്ട് ആ പരാതിയും അവിടെ സ്വീകരിക്കാതെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തേക്കൊരു സംഭവമുണ്ട്. അവിടെ ഇതേപോലെ മറ്റൊരു സൈബർ വിഷയമാണത്. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുന്നത് IT ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണ് SHO എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം അതിനെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ ആ ഒരു രാജ്യത്തോട് പോലും ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. അപ്പോൾ അത് നിയമപരമായിട്ട് എവിടെ വരെ പോകാമോ അത് നമ്മൾ ചെയ്യും, കോടതിയിലാണെങ്കിലും ചെയ്യുമെന്നുള്ളതാണ്. ഇതാണ് ഇത് കൃത്യം പരാതിയോടൊപ്പം തന്നെ ഈ സ്ത്രീ പങ്കുവെച്ച ആ വീഡിയോ, അതോടൊപ്പം തന്നെ ഇത് സംപ്രേഷണം ചെയ്ത ആ യൂട്യൂബ് ചാനൽ, അതിൻ്റെ അഡ്രസ്സ്, അതിൻ്റെ ലിങ്ക്, എല്ലാ കാര്യങ്ങളും അടക്കമാണ് പരാതി നൽകിയത്. ഒപ്പം പരാതിക്കാരൻ്റെ നമ്പരും കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതടക്കം നൽകിയിരുന്നു. എന്നിട്ടും മൊഴിയെടുക്കുക പോലും ചെയ്യാതെയാണ് ഈ കേസ് തള്ളിയത്. ഇത് വലിയ അക്ഷന്തവ്യമായ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഇനിയും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനവും. ക്യാമറാമാൻ ഗോവനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.